ഹലോ ഗൈസ്, ഇതിപ്പോ കോൺവേഴ്സ് വ്ലോഗിന്റെ പാർട്ട് 2 ആണ്. ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ട് കുറച്ച് ഡിലേ വന്നു, എനിക്കറിയാം. ഒരു ജോലിക്ക് കയറി ടൈം കിട്ടിയില്ല, അതാണ് പറ്റി. പക്ഷെ കുഴപ്പമില്ല. ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്താണ് കോൺവേഴ്സ് എന്ന്. സംഭവം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ കണ്ട ഇടയിൽ ഡിസ്ക്രിപ്ഷൻ വായിക്കാൻ നടക്കുന്ന സമയം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാൻ പഠിച്ചത് നിഫ്റ്റിലാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അപ്പോൾ ഓൾ ഇന്ത്യ 19 നിഫ്റ്റി ക്യാമ്പസുകളുണ്ട്. ഈ 19 നിഫ്റ്റി ക്യാമ്പസുകളും ലിറ്റററി, ഡ്രാമ, സ്പോർട്സ് എന്നീ ഇവന്റുകളെല്ലാം കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ഇവന്റാണ് കോൺവേഴ്സ്. അത് എല്ലാ തവണയും ഓരോ നിഫ്റ്റി ക്യാമ്പസിൽ വെച്ചായിരിക്കും നടക്കുക. അപ്പോൾ ഇത്തവണ നടന്നിരുന്നത് പഞ്ച്കുളയെ വെച്ചിട്ടാണ്. അതായത് ഹരിയാന പഞ്ച്കുള, പഞ്ചാബ് അവിടെ ഇവിടെയാണ്. അപ്പോൾ അവിടെ വെച്ച് നടന്ന ആ വ്ലോഗിൻ്റെ പാർട്ടാണിത്. അപ്പോൾ കോൺവേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാ തവണയും ഒരു ക്യാമ്പസിൽ നിന്ന് 50 പേരെ സെലക്ട് ചെയ്ത് 50 പേരായിരിക്കും ആ കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്ത് കോൺവേഴ്സിന് പോവുക. അപ്പോൾ ഇത്തവണ പോയ 50 പേരുടെ കൂടത്തിൽ ഞങ്ങളൊന്ന് ഒഴിഞ്ഞ് കയറി പോയി കണ്ട് എൻജോയ് ചെയ്ത് വന്നൊരു വ്ലോഗാണിത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് വീഡിയോയിൽ കാണാം. ഓക്കെ, ഇറങ്ങടാ പ്ലീസ്. സ്ഥലത്തിട്ട് ഇറങ്ങി പോണോ? നീ എന്നെ പ്രത്യേകം വിളിക്കണോ? ഇറങ്ങാം. तुझसे मिलना पुरानी दिल्ली में छोड़ आए निशानी दिल्ली में पल्ली मारा से दरी बेतलक तेरी मेरी So this is our 2024-25 NIFT Hyderabad Converge team. ഗൈസ് 8 മണി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. നെക്സ്റ്റ് ട്രെയിൻ 2:30 ടൈം ഉണ്ട്. ഗേറ്റ് കാണാൻ പോവാണ്. ഓക്കെ, ഡൽഹി കറങ്ങാൻ ഇറങ്ങുവാണ് ഞങ്ങൾ. ഇന്ത്യ ഗേറ്റ് കാണാൻ പോകും. ഇന്ത്യ ഗേറ്റ് കാണാൻ പോകുമ്പോൾ ഈ ബാഗും ബോളും കാര്യങ്ങളൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടുപോയി ക്ലോക്ക് റൂമിൽ കയറ്റാൻ പോകും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക. അങ്ങനെ ഞങ്ങൾ നേരെ ക്ലോക്ക് റൂമിൻ്റെ ഫ്രണ്ടിലെത്തി. 50 പേരിനെ സ്റ്റഫ് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അങ്ങനെ പതുക്കെ എല്ലാവരും കയറി അവരുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. Welcome to Shekhar Kutty Vlogs, guys. Woo, he's the best vlogger in the world. Woo. നമ്മളിപ്പോ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പഞ്ചുകുളക്കാണ് പോകുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കാണുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങി ഇന്ത്യ ഗേറ്റിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ക്യാമറ ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. പിന്നെ നടന്നൊക്കെ ചരിത്രം. നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മളിപ്പോ മെട്രോ സ്റ്റേഷനിലെത്തി. കേട്ടോ, മെട്രോ സ്റ്റേഷനാണ്. നമ്മളിപ്പോ പോകാൻ പോകുന്നത് CP എന്തോ പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. നമ്മളിപ്പോ അവിടെ എത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോണത് ഇന്ത്യ ഗേറ്റ് ആണ്. ഇന്ത്യ ഗേറ്റ് കാണാൻ കഴിച്ചു ഞെട്ടും. എല്ലാവരും ഫ്ലേബർ കഷ്ടാവും. കണ്ടോ, ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവം. ഇവരെ ആരും കണ്ടിട്ടൊന്നുമില്ല, ഞാൻ മാത്രമുള്ള ഇവിടെ അല്ലാതെ അറിയണത്. പിന്നെ ഞാൻ ഉണ്ടല്ലോ, അത് മതിയില്ലേ. ഇവനൊക്കെ ഞാൻ നോക്കിക്കോളാം. ടേക്ക് കെയർ ഓഫ് മീ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൽഹി എത്തിയിട്ട് കാണാം. ഓക്കെ, ഡൽഹി മെട്രോയിൽ സംഭവിച്ചത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇറങ്ങി ബ്രോ. ഞാൻ എന്തൊക്കെ ചെയ്തു. നമ്മൾ ജയിച്ചു. ശേഖറിന്റെ കണ്ണി കുത്തി. ക്യാമറ തിരിച്ചു കിട്ടി. ഇതാണ് മക്കളെ ഡൽഹി മെട്രോയിലെ തിരക്ക്.
അന്യായ തിരക്കാണ്. ഒരു മെട്രോ കയറി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇതാ അവസ്ഥ. അങ്ങനെ മെട്രോ ഇറങ്ങി ഞങ്ങൾ ഇനി നെക്സ്റ്റ് ഫുഡ് അടിക്കാനായിട്ടുള്ള പ്ലാനാണ്. പക്ഷെ എവിടുന്ന് കഴിക്കണമെന്ന് എന്ത് കഴിക്കണമെന്ന് യാതൊരു പിടുത്തമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് ഫുഡ് കഴിക്കാനുള്ള കട തപ്പി ഇറങ്ങിയാണ്. ഒരു കട പോലും തുടങ്ങിയിട്ടില്ല. യെസ് ഗൈസ്, KFC മാത്രമേ ഉള്ളൂ. പക്ഷെ ഡൽഹി വന്നു കഴിഞ്ഞാൽ KFC കഴിക്കാൻ പറ്റൂലല്ലോ. തപ്പി നടന്ന് ഹൽദിറാംസിലെത്തി ഗൈസ് ഫുഡ് കഴിക്കാൻ. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം അവിടുന്ന് കഴിക്കാൻ പറ്റിയില്ല. വീണ്ടും അവിടുന്ന് ഇറങ്ങി നടന്നു തുടങ്ങി. ഇറങ്ങി തിരിഞ്ഞ് അവസാനം എത്തി മെഗ്ഡി. തിരിച്ചെത്തണം. സമയം 10:30. മെഗ്ഡി അല്ല, അത് മെക്കഫേ ആയിരുന്നു. മെഗ്ഡി തപ്പി എത്ര കിലോമീറ്റർ ആണ്? വെറും 4 കിലോമീറ്റർ. 4 അല്ല 6. വെറും വെയിറ്റിൽ 6 കിലോമീറ്റർ. KFC. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനം KFC തന്നെ എത്തി ഗായ്സ്. ഗൈസ് നമ്മളിപ്പോ KFCയിലാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത്. നമ്മള് കൊറേ അലഞ്ഞു ഗൈസ്, കൊറേ അലഞ്ഞു. എന്താ ഫസ്റ്റ് നമ്മളെങ്ങോട്ട് പോയി, അത് കിട്ടിയില്ല. പിന്നെ ഞങ്ങള് പിന്നെ തളർന്നില്ല. ഞങ്ങള് പിന്നെ നടന്ന് നേരെ ഹൽദിറാം പോയി. അവിടെ പോയപ്പോ അവിടെ ഒടുക്കത്തെ വില ഗസ്. ഞങ്ങൾ അവിടെ ഇറങ്ങി തളർന്നു. പക്ഷെ ഞങ്ങള് തളർന്നില്ല, ഞങ്ങള് പിന്നെയും നടന്നു. വെട്ടി പോയി, അവിടെയും കിട്ടിയില്ല. ഞങ്ങൾ കൊറിയൻ ലൈക്സ്. ഞാൻ തായ് സ്പെഷ്യൽ. അഞ്ജലിക്ക് എന്താ പറയണ്ടോ? ഇല്ല. അഞ്ജലി പറയൂ. അഞ്ജലി, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഗ്യാസ് ഓർഡർ ചെയ്ത് ഫുഡ് വന്നു. 7 minutes പോലത്തെ ഞങ്ങൾക്ക് ചിക്കനും കിട്ടി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കഴിച്ചോ, നിങ്ങൾ കഴിച്ചോ? ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് KFC CP. എന്റെ കൂടെ ഉള്ളവർ, എന്റെ മലയാളം ഗാങ്ങിലെ കുറെ ഫ്രണ്ട്സ്, എല്ലാരും കാണിക്കും. എല്ലാരും നല്ല രീതിക്ക് നടന്നോട്ട് വിശക്കുന്നു. അതുകൊണ്ട് വിശന്നപ്പോൾ KFC കയറി. ക്യാമറാമാൻ PCയോടൊപ്പം ആർച്ച, ശേഖരകുട്ടി വ്ലോഗ്സ്. ബ്രോ നമ്മളെവിടെ പോണ്? ഇന്ത്യ ഗേറ്റ്. നമ്മളിപ്പോ വണ്ടിയെ കാത്തിട്ട് വണ്ടി വന്നു. നമ്മളെവിടെ പോണേ? ഇന്ത്യ ഗേറ്റ്. പറയൂ രാകേഷ്. ഇന്ത്യ ഗേറ്റ്. എന്താണ് ഇന്ത്യ ഗേറ്റ്? ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞ ഒരു നമ്മള് വണ്ടി കയറിട്ടോ മക്കളെ. നമ്മളപ്പോ ഇന്ത്യ ഗേറ്റ് ഉണ്ട്. ഒറ്റ മൈൻഡാണ് വെച്ചു. ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നും. ഓക്കെ സെറ്റല്ലേ? ഞാൻ ഇന്ത്യ ഗേറ്റ് കാണാൻ പോകുന്നത് 21 വയസ്സിലാണ്. ഞാൻ ഇന്ത്യ ഗേറ്റ് കാണാൻ പോണത് 19 വയസ്സാണ്. അയ്യോ, ഞാൻ 5-6 വട്ടം കണ്ടിട്ടുണ്ട്. അതിപ്പോ ചോദിച്ചില്ലല്ലോ. ചോദിച്ചാൽ മാത്രം പറയൂ കുട്ടി. 19. ഞാനത് കണ്ടത് 21 പിന്നെ 22 പിന്നെയും കാണപ്പോ. ബൈ ബ്രോ. അപ്പൊ എത്തിയിട്ട് കാണാം. ബൈ. നമ്മൾ അല്പസമയം കൊണ്ട് ഇന്ത്യ ഗേറ്റ് എത്തുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ ഗൈസ്, അറ്റ് ലാസ്റ്റ് വി വന്ന് ഇന്ത്യ ഗേറ്റ് അടിക്കുമ്പോ സെല്യൂട്ട് അടിക്കണം.
You jump first. ഇന്ത്യ ഗേറ്റ് ഗൈസ് നമ്മളെത്തി സോറി ആണ് ഒരു അന്തല്ലാത്തൊരു ഗൈസ് അവരെന്നെ പറ്റിച്ചു ഗൈസ്. അവരെല്ലാരും അവിടെ പോയി നിന്നിട്ട് എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വന്നു. ഹായ് ഗൈസ്, നമ്മൾ ഇന്ത്യ ഗേറ്റിൽ എത്തിയിരിക്കുന്നു. ഇന്ത്യ ഗേറ്റിൽ നമ്മുടെ ഗാങ്ങിനെ കാണിച്ചു തരാം. ഹലോ ഗൈസ്, നമ്മുടെ ചാനലിൽ വെറും ഉഡ്ഡൈപ്പ് മാത്രമല്ല, നമ്മൾ ജനറൽ നോളജ് കൂടെ തരുന്നുണ്ട്. ഈ ഇന്ത്യ ഗേറ്റ് എന്തിനാണ്, എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളതാണ് നമ്മളെ അടുത്ത പോയിന്റ്. അല്ല ഞാൻ പറയും, എനിക്കറിയാൻ പാടില്ല. So India Gate is called like India Gate is a memorial in honor of the 70,000 Indian Army. Alla wait, one. A few moments later. കൊള്ളാം, ബെറ്റർ. Better? ഒരു മിനിറ്റിന്റെ ഹെയർ ചോദിക്കൂ. അഞ്ജലി പറയൂ. അഞ്ജലി, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്തിനാണ് ഇന്ത്യ ഗേറ്റ് ഉണ്ടാക്കിയത്? India Gate is in honor of the 70,000 troops who died fighting for the war of World War I. So it's an honor, it's a memorial. നമ്മുടെ ടീമോടെ നമ്മളെ ടീമിനെ മിസ്സായി. നമ്മൾ ജനറൽ നോളജ് പറയാൻ പോയപ്പോൾ നമ്മളെ ടീമിനെ മിസ്സായി. നമ്മൾ വീണ്ടും തിരിച്ച് നമ്മളെ ടീമിന്റെ അടുത്തേക്ക് പോവാണ്. ഇത് നമ്മുടെ ടീം, ഇത് നമ്മളെ ശേഖരൻകുട്ടി, യോ ഇതാണ് നമ്മളെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ഫൈസ്കോട്ടെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ നേരെ ദാഹിച്ചു വലഞ്ഞ് ഒരു വെള്ളം കുടിക്കാൻ പോവുകയാണ് ഗൈസ്. പച്ചവെള്ളോ? ജൽജീര. പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. ഭയ്യ തോടാ നീ പഞ്ചസാര ചീനി മോനെ ഇളക്കാൻ ജനറൽ ടോയ്ലറ്റ് ഇതെന്തൊക്കെ ഇട്ടുണ്ട്? ഇത് ജിഞ്ച ഹലോ എന്തൊക്കെയോ നിനക്കയക്കാൻ പറഞ്ഞു. സൂപ്പർ. റെയിൽവേ സ്റ്റേഷൻ ഗേറ്റ് വേ കണ്ടു, തിരിച്ചു പോകുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക്. നമ്മൾ ചണ്ഡീഗഡ്, നെക്സ്റ്റ് ട്രിപ്പ് ടു ചണ്ഡീഗഡ് ബ്രോ. ചണ്ഡീഗഡ് ടു പഞ്ച്കുള. ഇതിന്റെ കപ്പും കൊണ്ട് വരുന്നതായിരിക്കും. എന്ത് കപ്പ്? ഫുട്ബോൾ കപ്പ്. എവിടെ റെയിൽവേ സ്റ്റേഷൻ എവിടെ ആണോ? ആവൂലേ? ആയിരിക്കണല്ലോ. നീല കളർ തച്ച് ജോലിയുടെ പൈസ കിട്ടാണ്ട്. ക്ലോക്ക് റൂം എന്ന ബാഗ് എടുത്തു. ഗോയിങ് ടു നെക്സ്റ്റ് ട്രെയിൻ ടു ചണ്ഡീഗഡ്. ട്രെയിൻ ടു ബൂസാൻ. നോ, നമ്മൾ പ്ലാറ്റ്ഫോമിലെത്തി. കയറാൻ നിൽക്കുമ്പോ നമ്മളെ പോലെ തന്നെ കുറച്ച് പേർ അപ്പുറത്ത് നിൽക്കുന്നു. നോക്കിയപ്പോൾ ആരാ?
ഞാന് നെക്സ്റ്റ് മുംബൈ കളി കഴിഞ്ഞ് പറയാം ഇത് പറഞ്ഞത് ഇത് ഇവന്റെ വീട് ഇടുക്കി അടിമാലി നടത്തെങ്കിലുണ്ട് അവിടെ തീർക്കാൻ മതിയാ. ചണ്ഡീഗഡിലേക്ക് ട്രെയിൻ കയറി സീറ്റിലിരുന്നു. അവരൊക്കെ അപ്പുറത്തെ ബോഗിയിലാണ്. ഇടയ്ക്ക് പോയിട്ട് നമുക്ക് അവരെ കാണാം. ചേച്ചീനെ കാണണം. ആഫ്റ്റർ ദാറ്റ് വിൽ ഗോ. നമ്മളിപ്പോ അല്ല കർണൽ നെപ്പോളി ഭഗത് സിംഗ്. ഓ ഈ മൂന്ന് പേര് പഞ്ച്കുള ചണ്ഡീഗഡ് ലാൻഡ് ചെയ്തു. നമ്മൾ എവിടെ ഇറങ്ങി? നമ്മൾ ചണ്ഡീഗഡ്. Yes, we at last we made it, guys. Yes, made it to Chandigarh. And we going to Panchakula. Panchakula എന്തത്? ഇപ്പം നിങ്ങൾ കേട്ടത് ഹൈദരാബാദിൻ്റെ മാത്രം സ്ലോഗനാണ്. ഇതുപോലെ എല്ലാ ക്യാമ്പസിനും ഉണ്ട്. പറ്റിയ എല്ലാ കാണുന്നുണ്ടോ നീ? അങ്ങനെ ചണ്ഡീഗഡ് വന്നിറങ്ങിയ ഞങ്ങളെ കാത്തു നിന്നത് അവിടെ പഞ്ച്കുളയുടെ ബസ്സുകളായിരുന്നു. അങ്ങനെ പഞ്ച്കുള ക്യാമ്പസ് ഒരുക്കിയ ബസ്സിൽ കയറി ഞങ്ങൾ നേരെ അവർ സെറ്റപ്പ് ചെയ്ത ഹോട്ടലിലേക്ക് എത്തി. എവിടെ? പഞ്ച്കുള. രണ്ടാൾക്കാർ ആരാണെന്ന് ഞാൻ പറയുന്നില്ല. കാണിച്ചു തരാം. നമ്മുടെ വെരി ഗുഡ്. നിഫ്റ്റിനെന്തോ പറ്റി. ബാത്റൂമിലേക്ക് ഇതാ വിൻഡോ. ഗൗതം നമുക്കൊന്ന് കുളിച്ചാലോ? എല്ലാം ഉണ്ട്. കറങ്ങലൊക്കെ ചേര കുടിക്കാൻ കൊക്കോല. സ്പെഷ്യൽ ഓഫർ വിസ്കി. നമുക്ക് ഒരെണ്ണടിച്ചാലാ? നീ എന്താ അടി തുടങ്ങി? ബാത്റൂം നല്ല ബാത്റൂമാണ്. ഇവിടെ കുളിക്കാനൊക്കെ പറ്റും. പക്ഷെ ഇത് നോക്കുക ഇതിനെ നോക്കി കാണാം. മേളിലൊരു കല്യാണം നടപ്പുണ്ടായിരുന്നു. അതിന്റെ ഫുള്ള് താഴേക്ക് എടുത്തു. അതാണ് നമുക്ക് തരുന്നത്. നിഫ്റ്റ് ആണത്ര നിഫ്റ്റ്. ഹോട്ടലാണത്ര ഹോട്ടല്. അല്ലേ? ട്രൈ ചെയ്ത് നോക്ക്.
ഇതാണ് ആണി ബിരിയാണിയിലെ ബിരിയാണിയിൽ നിന്ന് കിട്ടിയ ആണി ഇത് കിട്ടിയത് എനിക്കാണ് ഭാഗ്യവാൻ ഞാനാണ് ബ്രോ took the name seriously. അങ്ങനെ ഹോട്ടലിലെത്തി ഞങ്ങൾ. ഇനി നാളെ ഒരു ദിവസം റെസ്റ്റാണ്. കോർട്ട് കാണാനും സ്റ്റേഡിയം കാണാനൊക്കെ പോകാനുള്ള പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ദിവസമാണ് കോൺവേർജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി പറയണ്ടല്ലോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ഉടനെ വരുന്നതായിരിക്കും. പിന്നെ എന്തൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു, അതിവർ പറയും.